നന്മക്കായി ഒരു നാടൊരുമിച്ചാൽ സാധിക്കാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇല്ലെന്നതാണ് അനുഭവം. ഇതൊരു നാടിൻ്റെ കഥയാണ്. എൻ്റെ നാടിൻ്റെ കഥയാണ്. അതെ, മാറ്റത്തിൻ്റെ കഥയാണ്. മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി എന്ന് തുടങ്ങുന്ന ചങ്ങമ്പുഴ കവിതയെ അനുസ്മരിപ്പിക്കുന്ന ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ പര്യായമായി ലോകഭൂപടത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്ന കൊച്ചു ഗ്രാമം. മലകളും കുന്നുകളും പാടങ്ങളും പാടവരമ്പുകളും മരങ്ങളും നാട്ടിടവഴികളും തോടുകളും പുഴകളുമൊക്കെയായി ഗ്രാമീണത മുറ്റിനിന്ന പ്രദേശം. തെളിഞ്ഞ വെള്ളം പോലെ സംശുദ്ധമായിരുന്നു ആ നാടിൻ്റെ സംസ്കാരവും പാരമ്പര്യവും. കാർഷിക പാരമ്പര്യമുള്ള നിഷ്കളങ്കരായ പൂർവികരുടെ പാത ചാണിന് ചാണായി അന്നാട്ടുകാർ പിന്തുടർന്നു പോന്നു. ജാതിമത ചിന്തകൾക്കതീതമായി സഹോദര്യത്തിനും മതമൈത്രിക്കും കേളിക്കേട്ട പ്രദേശം. അതെ, ചരിത്രമുറങ്ങുന്ന ഒളവട്ടൂരിൻ്റെയും ഒമാനൂരിൻ്റെയും സംഗമഭൂമികയായ തോണിക്കല്ലുപാറ, പറമ്പാട്ടുപറമ്പ, വെട്ടുകാട്, വെളുത്തപറമ്പ ഉൾക്കൊള്ളുന്ന ഗ്രാമീണ ദേശം. പുളിക്കൽ, ചീക്കോട്, മുതുവല്ലൂർ എന്നീ 3 പഞ്ചായത്തുകൾ അതിർവരമ്പുടുന്ന ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായി ഒട്ടനവധി പ്രത്യേകതകളെ കൊണ്ടും മറ്റു നാടുകളിൽ നിന്ന് വിഭിന്നമായിരുന്നു. തട്ടുതട്ടുകളായി കിടക്കുന്ന ഭൂപ്രദേശം ഒന്നിനു പിറകെ ഒന്നായി അടുക്കിവെച്ച പോലെ കുന്നുകളാലും മലകളാലും പറുദീസ തീർത്ത നാട്. ചുറ്റും കരിമ്പാറകളും കോറികളും മലകളും തോടുകളും. ഈ പ്രദേശത്തിന് പേര് വരാൻ പോലും കാരണമായ വെള്ളച്ചാട്ടവും. മഴക്കാലത്ത് ചമഞ്ഞൊരുങ്ങി ചമൽക്കാരം തീർക്കുന്ന തോണിക്കല്ലുപാറ വാട്ടർഫാൾ. ഒട്ടനവധി അന്യദേശക്കാർ പോലും അനർഗളം നിർഗളിക്കുന്ന ഈ ജലസുന്ദരിയെ തേടി വിരുന്നെത്തുന്നത് നിത്യകാഴ്ചയാണ്. വന്നവർ പറഞ്ഞതറിഞ്ഞ് കൂടുതൽ പേർ കാണാനെത്തുന്ന കണ്ടവർ ആനന്ദ നീരാട്ടിന് വീണ്ടും വിരുന്നെത്തുന്നിടം. ഈ കൊച്ചു പ്രദേശത്തിൻ്റെ പ്രത്യേകതയാസ്വദിക്കാൻ വരുന്നവർ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നതും വീണ്ടും വരുന്നതും തെല്ല് സ്നേഹത്തോടെ ഈ നാട് നോക്കിക്കണ്ടു. എന്നാൽ ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ആസ്വാദനത്തിന് മാറ്റുകൂട്ടാനെന്ന പേരിൽ കുബുദ്ധികളിൽ ചിലർ ലഹരിയുടെ സഹായം തേടിത്തുടങ്ങി. പ്രകൃതി ഭംഗി ആസ്വാദനത്തിൻ്റെ മറവിൽ സാമൂഹ്യവിരുദ്ധർ പതിയെ ഈ മനോഹാരിതക്കുമേൽ തമ്പടിച്ചു തുടങ്ങി. നാടിനെ പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയിൽ നാട്ടുകാരെല്ലാം പ്രോട്ടോകോൾ പ്രകാരം വീടുകളിൽ അഭയം തേടിയ തക്കം നോക്കി പുതിയ ലഹരിയുടെ മേച്ചിൽ പുറങ്ങൾ അന്വേഷിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടത്തലായി ഇക്കൂട്ടരുടെ ജോലി. അതിനവർ കുറ്റിക്കാടുകളും കുന്നിൻ ചരിവുകളും മലകളും ഈ നാട്ടിലെ മറ്റു പ്രകൃതിരമണീയ ഇടങ്ങളും താവളങ്ങളാക്കി. അയൽപ്രദേശങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നുപോലും അവർ ഒറ്റക്കും കൂട്ടമായും ഈ പ്രദേശത്തേക്കൊഴുകി. ലഹരി കച്ചവട കൈമാറ്റ കേന്ദ്രങ്ങളാക്കി അവർ പല സ്ഥലങ്ങളിലും താവളമുറപ്പിച്ചു. ഒരൊറ്റ ഉപയോഗത്തിൽ പോലും അടിപ്പെട്ടു പോകുന്ന, മനുഷ്യനെ കൊല്ലുന്ന കഞ്ചാവ്, MDMA തുടങ്ങിയ സിന്തറ്റിക് ഡ്രഗുകളിൽപ്പെട്ട മാരകലഹരിയുടെ പൊടിപൊടിക്കുന്ന കച്ചവടം. പ്രാദേശികമായ സപ്പോർട്ടിനു വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും കണ്ണിച്ചേർക്കാൻ അവർ തുനിഞ്ഞിറങ്ങി. എന്നാൽ പ്രബുദ്ധരായ ഈ നാട്ടിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അവർക്ക് പിടികൊടുക്കാൻ തയ്യാറായില്ല. എങ്കിലും ചില തലതിരിഞ്ഞവർ അവർ കോശാന പാടി കൂടെ കൂടി. അപരിചിതർ നാടിൻ്റെ റോഡുകളിലൂടെയും വഴികളിലൂടെയും ബൈക്കുകളിലും കാറുകളിലും മത്സരിച്ചോടി. നാടിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർന്നു തുടങ്ങി. നിർഭയത്തോടുകൂടി നടന്ന വഴികളിൽ വഴി നടക്കാൻ പോലും ഇന്നാട്ടുകാർ പേടിച്ചു തുടങ്ങി. മദ്രസ, സ്കൂൾ വിദ്യാർത്ഥികളെ ധൈര്യത്തോടെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാൻ പോലും രക്ഷിതാക്കൾ ഭയപ്പെട്ടു. ലഹരിയുടെ നീരാളിക്കരങ്ങൾ ഈ നാട് മലീമസമാക്കി. ഒറ്റയിട്ട എതിർപ്പിൻ്റെ സ്വരങ്ങളെ സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തും അടിച്ചൊതുക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അവർ. ജനിച്ച നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള നാട്ടുകാരുടെ മൗലികാവകാശം പോലും നിഷേധിക്കുന്ന രീതിയിൽ കൊതിമൂത്ത ലഹരിക്കോമരങ്ങൾ ചെറുസംഘങ്ങളായി ചേരിതിരിഞ്ഞ് സംഘട്ടനങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കവലകളിലും നാലാളു കൂടുന്നിടങ്ങളിലും ഇത്തരം സംഘട്ടനങ്ങളുടെയും സംഘത്തലവന്മാരുടെയും വെറുക്കുന്ന കഥകൾ മാത്രം കേട്ടു തുടങ്ങി. അവസാനം ലഹരി മനുഷ്യനെ മൃഗമാക്കി മാറ്റുമെന്ന വാക്ക് സത്യമായി പുലർന്നു. ലഹരിയുടെ പേരിൽ
കത്തിയും കടാരയും ഒന്നിച്ചുണ്ടുറങ്ങിയ സുഹൃത്തുക്കളുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി ഈ നാടിൻ്റെ പവിത്രമായ മണ്ണ് ചെഞ്ചായമണിഞ്ഞു. പുറം നാട്ടുകാർ പോലും മൂക്കത്ത് വിരൽ വെച്ച് പ്രദേശത്തിൻ്റെ സ്ഥിതിയോർത്ത് പരിതപിച്ചു. എന്നാൽ ഇത്രയുമായപ്പോൾ ഈ നാട്ടുകാർ ഉണർന്നെണീറ്റു. ജാതിയും മതവും വർണ്ണവും വർഗവും രാഷ്ട്രീയവും മറ്റു വിഭാഗീയ ചിന്തകളും മാറ്റിവെച്ച് അവരൊന്നായി സടകുടഞ്ഞെണീറ്റു. രാവ് പകലാക്കുന്ന ചർച്ചകളും കൂടലുമായി ഈ നാടിനെ വീണ്ടെടുക്കുന്ന ചർച്ചകളിൽ അവർ വ്യാപൃതരായി. നാട്ടിലെ കൂട്ടായ്മകളും മതസംഘടനകളും മഹല്ല്, മദ്രസ, അമ്പലം കമ്മിറ്റികളും നാടിൻ്റെ നന്മ നിറഞ്ഞ വികാരത്തിനൊപ്പം നിന്നു. അവയുടെ ഓഫീസുകൾ സ്ഥിരയോഗ കേന്ദ്രങ്ങളായി. പൂച്ചക്കാര് മണികെട്ടുമെന്ന ചോദ്യത്തിനുത്തരം പിറന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വളരെ ശാസ്ത്രീയമായി അവർ ഒരു കൂട്ടായ്മക്ക് പേരിട്ടു: ജനജാഗ്രതാ സമിതി. നിതാന്ത ജാഗ്രതയോടെ നാടിൻ്റെ നാടിമിടിപ്പുകൾ അറിഞ്ഞ് ജാഗ്രതാ സമിതി ഇടപെട്ടു തുടങ്ങി. ആ സമയത്ത് പ്രദേശത്തെ പ്രധാന യുവജന കൂട്ടായ്മകളായ ന്യൂ സമന്വയ തോണിക്കല്ലുപാറയും മഹിമ പറമ്പാട്ട് പറമ്പും കൈകോർത്ത് അവസരത്തിനൊത്തുയർന്നു. വെട്ടുകാട് മലബാർ കൺവെൻഷണൽ സെന്ററിൽ ആഗോള പ്രശസ്തനായ ലഹരി വിരുദ്ധ പ്രവർത്തകൻ ശ്രീ ഫിലിപ്പ് മമ്പാടിനെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും യുവാക്കളുമടങ്ങുന്ന നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങളും ഫിലിപ്പ് സാറിന് സാഗൂതം കേട്ടു. കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരിയുടെ മാരക വകഭേദങ്ങളെയും അതുപയോഗിച്ചാലുണ്ടാകുന്ന വിപത്തിനെയും നിറസദസ്സിൽ മണിക്കൂറുകളോളം അദ്ദേഹം വിവരിച്ചു. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും സംശയങ്ങൾക്ക് ശാസ്ത്രീയമായ മറുപടികളുമായി ശ്രീ ഫിലിപ്പ് സാർ കളം നിറഞ്ഞു. ജനജാഗ്രതാ സമിതി പരിപാടിക്ക് പൂർണ്ണ പിന്തുണ നൽകി. മഹിമയെയും സമന്വയെയും വിപത്തിനെതിരെ കൈകോർത്ത് കൂടെ കൂട്ടി യുവാക്കളുടെ സഹകരണമുറപ്പിച്ചു ജാഗ്രതാ സമിതി. ഫലമെന്നോണം യുവാക്കൾക്ക് മാത്രമായി യുവജാഗ്രതാ സമിതി പിറവികൊണ്ടു. യുവജാഗ്രതാ സമിതി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. വളരെ വ്യവസ്ഥാപിതമായും രഹസ്യമായും അതിലുപരി ശാസ്ത്രീയമായും ആഴ്ചകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടിൽ ലഹരി എത്തിക്കുന്ന 40ഓളം ആളുകളുടെ പേരുവിവരങ്ങൾ ജാഗ്രതാ സമിതി ശേഖരിച്ചു. നാടിനെ വരിഞ്ഞുമുറുക്കിയ ലഹരിക്കെണിയുടെ വലിപ്പം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അതിൻ്റെ കണ്ണികളറുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരായി. തോണിക്കല്ലുപാറ, വെട്ടുകാട്, പറമ്പാട്ട് പറമ്പ പ്രദേശങ്ങളിലെ വീടുവീടാന്തരം സ്ക്വാഡുകളായി തിരിഞ്ഞ് ലഹരി വിരുദ്ധ സന്ദേശമെത്തിച്ചു. അതിനവർ കുന്നുകളും മലകളും താണ്ടി നാടിൻ്റെ മുക്കുമൂലകൾ നടന്നു കയറി. മഹല്ല് കമ്മിറ്റിയും പരിപൂർണ പിന്തുണയേകി. പ്രത്യേകം ഡിസൈൻ ചെയ്ത് ലാമിനേറ്റ് ചെയ്ത വീട്ടുകാർക്കുള്ള നിർദ്ദേശങ്ങൾ ഓരോ വീട്ടിലും അവരെത്തിച്ചു. ആ സാർത്ഥവാഹക സംഘത്തെ നാട്ടുകാരും വീട്ടുകാരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. പ്രദേശത്തെ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് 13ഓളം അയൽ നാടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ലഹരി വിരുദ്ധ കോഓർഡിനേഷൻ കമ്മിറ്റി രൂപം കൊണ്ടു. പ്രദേശത്തിലാകെ ലഹരി വിരുദ്ധ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നു. നാടിൻ്റെ നാനാഭാഗങ്ങളിലും ലഹരി വിരുദ്ധ ബാനറുകളും മുന്നറിയിപ്പ് ബോർഡുകളും അവരൊന്നിച്ച് സ്ഥാപിച്ചു. പോലീസ്, എക്സൈസ്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ തുടങ്ങിയ ഔദ്യോഗിക സംവിധാനങ്ങളിലെല്ലാം ജാഗ്രതാ സമിതി പരാതികളും നിവേദനങ്ങളും നൽകി. നവകേരള സദസ്സിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ഇടപെടൽ ഫലം കണ്ടു തുടങ്ങി. മാഫിയ കണ്ണിയിലകപ്പെട്ടുപോയ വിദ്യാർത്ഥികളും യുവാക്കളുമായവരെ തീർത്തും രഹസ്യമായി അഭിമാനത്തിന് യാതൊരുവിധ ക്ഷതവും വരുത്താതെ വിളിച്ചുവരുത്തി കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി. അവരുടെ ഭാഗവും കേട്ട ശേഷം കൂട്ടായ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ച് ജാഗ്രതാ സമിതിയിലൂടെ സ്വന്തം നാട് അവരെ ചേർത്തു പിടിച്ചു. അതവർക്ക് മുഖ്യധാരയിലേക്കുള്ള വഴികാട്ടലായി. ചിലരെയൊക്കെ ഡി അഡിക്ഷനു വേണ്ടി സഹായിച്ചു. ഇനിയൊരിക്കലും അന്ധകാരത്തിലേക്ക് മടങ്ങില്ലെന്ന് സ്വബുദ്ധിയിൽ മിക്കവരും ജാഗ്രതാ സമിതിക്ക് മുമ്പിൽ പ്രതിജ്ഞ ചെയ്തു. ഒറ്റപ്പെട്ടു പോകലും അരികുവൽക്കരിക്കപ്പെടലുമാണ് ലഹരി ഉപയോഗത്തിലെത്താൻ കാരണമായതെന്ന് അവരിൽ പലരും തുറന്നു പറഞ്ഞു. വീട്ടിലെ പൊരുത്തക്കേടുകളും ചിലർ അനുഭവസാക്ഷ്യമായി പറഞ്ഞു. ഇടപെടാമെന്ന് ജാഗ്രതാ സമിതിയും. ഒരു പറ്റം യുവാക്കളുടെ ആവശ്യം കളിക്കാനുള്ള കളിയിടങ്ങളായിരുന്നു. ലഹരിയായി സൗഹൃദങ്ങളെ സ്വീകരിക്കാൻ അവർ ആവശ്യത്തിൽ ഉറച്ചുനിന്നു. ന്യൂ സമന്വയയും മഹിമയും വീണ്ടും അവതരിച്ചു. നാടിൻ്റെ ചിരകാല സ്വപ്നം പൂവണിയാൻ നാടൊരുമിച്ചു.
ഏത് കാലത്തും കളിക്കാനും സൗഹൃദം പങ്കുവെക്കാനും ഒറ്റപ്പെടലിൻ്റെ ആലസ്യത്തിൽ നിന്ന് മുക്തമാവാനും ആരോഗ്യം സംരക്ഷിക്കാനും ഉഗ്രൻ കളിമൈതാനമൊരുങ്ങി. യുവാക്കൾ ആവേശത്തിമർപ്പിലായി. നാട് മാറ്റം കണ്ടു തുടങ്ങി. അന്യനാടുകളിൽ നിന്ന് ഇവിടം താവളമടിച്ചവർ നാട്ടുകാരുടെ മുന്നേറ്റത്തിനു മുന്നിൽ പത്തിമടക്കി. അവർ ഇരിപ്പുറപ്പിച്ച കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സമിതി മീറ്റിങ്ങുകൾ ചേർന്ന് തമ്പടിച്ചു. അവരിടങ്ങൾ നമ്മളിടങ്ങളാക്കി മാറ്റി. അഭൂതപൂർവമായ മാറ്റത്തിന് നാട് സാക്ഷ്യം വഹിച്ചു. ലഹരിക്കച്ചവടത്തിൻ്റെ കണ്ണികളറ്റു തുടങ്ങി. ലഹരിയൊഴുകുന്ന ന്യൂ ഇയർ രാവിൽ പോലും ഉറക്കമൊഴിച്ച് കാത്തുനിന്ന് ജാഗ്രതാ സമിതി ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. ന്യൂ ഇയറിൻ്റെ മറവിൽ പേക്കൂത്ത് കാണിച്ച ഇടങ്ങളിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയുടെ ശബ്ദനാദം മുഴങ്ങി. 60-70 കടന്ന നാട്ടുകാരണവന്മാരടക്കം പരിപാടിയിൽ സജീവ സാന്നിധ്യമായി. ലഹരിക്കച്ചവടത്തിൻ്റെ കണ്ണികളറ്റു തുടങ്ങി. ഇന്നീ നാട് ആവേശത്തിമിർപ്പിലാണ്. അതവർ മറച്ചുവെക്കുന്നില്ല. യോജിച്ച മുന്നേറ്റത്തോടെ നാട്ടിൽ അനിവാര്യ മാറ്റം കൊണ്ടുവന്ന ജാഗ്രതാ സമിതിയെയും യുവജാഗ്രതാ സമിതിയെയും ഈ പുരുഷാരത്തെയും സാക്ഷി നിർത്തി ഈ നാട് പ്രഖ്യാപിക്കുന്നു: എൻ്റെ നാട് ഇനി ലഹരിമുക്ത നാട്, സുന്ദര നാട്. എല്ലാരും ഉണ്ടല്ലോ, വിശേഷം സുഖല്ലേ? പിന്നെ നമുക്ക് വന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ തോണിക്കല്ലുപാറ പ്രദേശം ഇപ്പോ ലഹരി വിരുദ്ധ ഗ്രാമമായി പ്രഖ്യാപിക്കാൻ പോകുന്ന സാഹചര്യമാണ്. അപ്പൊ മാഷോണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ഇതിലിങ്ങനെ വന്നതാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലെ സംസാരിക്കണേന്? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സംസാരിക്കല് ഞാൻ ഒറ്റക്കാക്കണ്ട, നമ്മള് കുറെ ആൾക്കാരുണ്ടല്ലോ. അഷ്റഫൊക്കെ നമുക്ക് അറിയാലോ, പൊതുപ്രവർത്തകനാണ്, അവനോടും ചോദിക്കാം, എല്ലാവരോടും ചോദിക്കാം. ഓക്കെ, പിന്നെ ആദ്യം ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഈ വീഡിയോ കാണുന്നവർക്കും വേണം അറിയണ്ടേ. എൻ്റെ പേര് ബഷീർ, ഒമാനൂർ MLP സ്കൂൾ അതിലെ പ്രധാന അധ്യാപകൻ കൂടിയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട് വല്ലാത്ത ഒരു മോശമായ അവസ്ഥയിലായിരുന്നു ഇത്രയും കാലം. അതിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന ബോധ്യമായതുകൊണ്ടാണ് ലഹരിമുക്ത ഗ്രാമമായി അല്ലെങ്കിൽ ലഹരിമുക്ത പ്രദേശമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അഷ്റഫായി പിന്നെ പൊതുവെ തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണല്ലോ. അതുകൊണ്ടൊന്ന് 2 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ പൊതുവിൽ ഇപ്പോഴത്തെ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിന്റെ? നിലവിൽ തോണിക്കല്ലുപാറയിലും പരിസര പ്രദേശത്തും സമ്പൂർണ്ണമായിട്ടും ലഹരി മുക്തമായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. 6 മാസം മുമ്പ് ഈ സാഹചര്യം ആയിരുന്നില്ല. പരസ്യമായിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഡസൻ കണക്കിന് ആളുകൾ റോഡിൽ കിടന്ന് ലഹരി അടിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നല്ലൊരു മാറ്റം നമ്മുടെ നാടിനുണ്ടായിട്ട് തന്നെയാണ് നാട്ടുകാർക്കും ജാഗ്രതാ സമിതിക്കും പരിസരത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെയൊക്കെ വിശ്വാസം അത് തന്നെയാണ്. പക്ഷേ ലഹരി മുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത്, നമ്മുടെ നാടിനെ ലഹരിമുക്ത ഗ്രാമമാക്കി വിശുദ്ധ ഗ്രാമമാക്കി നിലനിർത്തുക എന്നുള്ള എല്ലാ ഓരോരുത്തരുടെയും കടമയായി മാറുകയാണ് ഈ പ്രഖ്യാപനത്തോടു കൂടി. രണ്ടാമത്തെ സംഭവം എന്താ വെച്ചാൽ, പിന്നെ ഇത് മറ്റുള്ള നാട്ടുകാർക്ക് ഒരു മാതൃക കൂടിയാവണം. അവർ നമ്മളായിട്ട് ബന്ധപ്പെടട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ വിഷയം, ലഹരിയുമായി ബന്ധപ്പെട്ട കുട്ടികളായിട്ട് നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇതിൽ പെട്ടുപോകാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊക്കെ പരിഹാരങ്ങൾ കണ്ട് അവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത് മുഖ്യധാരാ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയും അവർ മാറിക്കണ അവസ്ഥ ഇല്ലാതാക്കുക, ഇതൊക്കെ തന്നെയാണ് പ്രധാന ലക്ഷ്യം. ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടം വൻ വിജയവും മാതൃകാപരവുമാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടോ? തീർച്ചയായിട്ടും പറയാൻ കഴിയും. കാരണം വളരെ ശക്തമായ ഇച്ഛാശക്തി ഉണ്ടാവുക, ഉറച്ച തീരുമാനം ഉണ്ടാവുക. ലഹരി എന്ന് മാത്രമല്ല, ഏത് തിന്മയും നാട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്ന് ഉറച്ചൊരു ടീം തീരുമാനം എടുത്താൽ എന്തായാലും ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമ്മുടെ അനുഭവം തെളിവാണ്. അതിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ആരെങ്കിലും കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം വളരെ പാവനമാവണം, ശക്തമായ കൂട്ടായ പ്രവർത്തനം ഉണ്ടാവണം. എല്ലാ നാട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു അനുഭവം എന്താ വെച്ചാൽ, ഈ ലഹരിക്കാരെ മാറ്റി നിർത്താൻ പാടില്ല. നമ്മുടെ കൂട്ടുകാരായി അവരെ കണ്ട് അവരെ നന്നാക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെ പറ്റിയുള്ള അപവാദങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അവരെ തന്നെ ബോധ്യപ്പെടാം, ഞങ്ങളെ നന്മക്ക് വേണ്ടി തന്നെയാണല്ലോ ഈ ഒരു കൂട്ടര്
പ്രവർത്തിക്കണമെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ നിൽക്കും, വിജയിപ്പിക്കാനും സാധിക്കും. ഏത് നാട്ടിലും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ തന്നെ. വെട്ടുകാട്, തോണിക്കല്ലുപാറ, വെളുത്തറമ്പ്, പറമ്പാട്ടുപറമ്പ് എന്നീ പ്രദേശങ്ങളിൽ നമ്മൾ ലഹരിമുക്ത പ്രദേശമാക്കി പ്രഖ്യാപിക്കുകയാണ്. ഇതുമായി നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഗ്രാമം ലഹരിമുക്ത ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമൊക്കെ രാത്രിയൊക്കെ ഞങ്ങൾക്ക് ഇതിൽ ഒറ്റയ്ക്ക് വരാന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. വീട്ടിലെ ഹസ്ബൻഡൊക്കെ നേരെ വൈകി വരുന്ന സമയത്ത് പേടിയായിരുന്നു. ഇതിൽ വരുമ്പോൾ എത്താഞ്ഞാൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്ക് മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയ മക്കളല്ലേ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ട് അവരല്ലേ വളരുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലിപ്പം അതിനൊരുപാട് മാറ്റം ഉണ്ടായി. അതിന്റെ ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇവിടെ ലഹരിമുക്ത ഗ്രാമമാക്കി പ്രഖ്യാപിക്കുന്നതിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഈ നാട് ലഹരിമുക്ത നാടായി പ്രഖ്യാപിക്കുവാൻ സഹായിച്ച നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ കാരണമായി നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടുവാൻ സാധിച്ചു. ആ പ്രഖ്യാപനം നടത്തുന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഞാനിപ്പോഴുള്ളത് വെട്ടുകാട് ഫിഫോ ഹൗസിലാണ്. മുമ്പ് ഇതിന് വരുമ്പോൾ അടിക്കാൻ വരുമ്പോൾ നമ്മൾ പരിചയമുള്ള ഒരുപാട് ആളുകൾ അതുപോലെ അടി കാണാൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ അണിഞ്ഞ് മറിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഭാര്യ ആവുന്നില്ല. അത് ഇവിടെ ഉള്ളത് അമ്മത്തിൻ്റെ ഫലമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മുടെ ലഹരി വിരുദ്ധ അമ്മത്തിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവ് ഒന്ന് തന്നെയാണ്. നല്ലൊരു മാറ്റം ഇവിടെ കാണാനുണ്ട്. ലഹരി എന്ന് പറയുന്ന ഈ സംഗതി നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഈ നാട്ടിലുണ്ട്. ഇനി അത് എങ്ങാനും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കും. ഇതാണ് പറയാനുള്ളത്. പുളിക്കൽ, ചീക്കോട്, മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംഗമ കേന്ദ്രമായ തോണിക്കല്ലുപാറ, പറമ്പാട്ടുപറമ്പ്, വെട്ടുകാട് പ്രദേശങ്ങൾ പൂർണ്ണമായും ലഹരി വിമുക്തമാക്കുന്നതിന് വേണ്ടി ലഹരി വിമുക്ത ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഈ തോണിക്കല്ല് വെള്ളച്ചാട്ട സ്ഥലം ഒരു ലഹരിക്കാരുടെ ഒരു കൂത്താട്ടമായിരുന്നു. ഇപ്പോൾ വളരെ ശാന്തമാണ്. ഈ ലഹരിമുക്ത ആൾക്കാരുടെ ഈ പ്രവർത്തനം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഇപ്പോൾ ജനങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ ഒരു സുഖമുണ്ട്. ഇതെന്നും നിലനിന്ന് പോകണം. ഇവിടെ ഇനി ഇത്തരം ഒരു പരിപാടികൾ ഈ സ്ഥലത്തൊന്നും ഉണ്ടാകരുത്. ജാഗ്രതാ സമിതി രൂപം കൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്കൊക്കെ ഇതിൽ വളരെയധികം നല്ല നിലക്ക് നടക്കാനും പോകാനും ഒക്കെ കഴിയുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ അത് വളരെ ഉഷാറായിട്ടാണ് നടക്കുന്നത്. ഇവിടെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കുളിച്ചാൻ പറ്റുന്ന സ്ഥലമാണ്. ഇപ്പം ഇതിനായിട്ട് കുളിച്ചാൻ പോയ മാഫി ഈ പിന്നെ കഞ്ചാവിൻ്റെ പരിപാടി കൊണ്ട് തീരെ വയ്യ. ഈ ജാഗ്രതാ കമ്മിറ്റി വന്നതിൻ്റെ ശേഷമാണ് ഇപ്പോൾ അയച്ച് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ വന്ന് കുളിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ആദ്യം ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കാണുന്നത് എൻ്റെ വായത്തോട്ടാണ്. ഞാൻ ഇവിടെ പല ആളുകളും പലപ്പോഴായിട്ട് വരാറുണ്ട്. ജാഗ്രതാ സമിതി വന്നതിന് ശേഷം ഇവിടെ വളരെ സൗമ്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ നാടും ഇതുപോലെ ആയിരുന്നെങ്കിൽ, എല്ലാവരും ഇതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ വളരെ ഉഷാറായി എല്ലാ നാടും നന്നായാനെ. ഞങ്ങൾ ആദ്യം ഇതിൽ കൂടെ ആയിരുന്നു സ്കൂൾ മദ്രസ ഒക്കെ ഇട്ട് വരല്. അപ്പൊ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ ജാഗ്രതാ സമിതി കാരണം ഞങ്ങൾക്ക് ഇപ്പൊ പേടില്ല. ഒരു നാട് ലഹരിമുക്തം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലഭ്യതയും ഈ ലഹരി വാഹകരായിട്ടത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നവരും അതേപോലെ അത് ഉപയോഗിക്കുന്നവരും ആ നാട്ടിൽ നിന്ന് ഇല്ലാതാവണം. വളരെ കഴിവുറ്റ ഒരു നേതൃത്വത്തിലൂടെ നമ്മുടെ ജാഗ്രതാ സമിതിക്ക് ഇതിൻ്റെ സോഴ്സും അതേപോലെ അതിൻ്റെ വാഹകരെയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ജാഗ്രതാ സമിതിയുടെ കൂടെ പ്രവർത്തിച്ച നമ്മുടെ നാട്ടിലെ യുവാക്കളെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതുകൂടാതെ ഇനി ഇതിൽ ജാഗ്രതാ സമിതി ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ നാട്ടുകാരായ ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതിനു വേണ്ടിയുള്ള കഠിനമായ ശ്രമം ജാഗ്രതാ സമിതി നടത്തണം. അതിനുവേണ്ടി നാട്ടുകാർ പൂർണ്ണമായി സഹകരിക്കുകയും വേണം. പിന്നെ ഈ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ നാട്ടിലെ എല്ലാ വ്യത്യാസങ്ങളും മറന്ന്, എല്ലാ വിഭാഗീയതയും മറന്ന്, എല്ലാ മതക്കാരും ഒന്നു ചേർന്ന് ഇവിടുത്തെ യുവാക്കൾ പ്രവർത്തിച്ച രീതിയാണ് ഈ നാടിനെ ഈ രീതിയിലേക്ക് എത്തിച്ചത്. ഈ ലഹരിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും അത് തുടരണം.
ഈ നാട് ഐക്യത്തോടു കൂടി ഈ കാര്യത്തിനെതിരെ സമരം ചെയ്യണം. അതിന് നാട്ടുകാരെല്ലാം സഹകരിക്കണം. അതിനുവേണ്ടി എല്ലാ നന്മകളും. ഞങ്ങൾ കുറച്ച് ദിവസമായി മലേന്റെ മുകളിൽ നമ്മളെ ഗ്രൗണ്ടിൽ കളിക്കാൻ തുടങ്ങിയിട്ട്. നേരത്തെ വീട്ടുകാരൊന്നും ഇങ്ങോട്ട് കളിക്കാൻ വിടില്ലായിരുന്നു. ഇവിടെ അറിയാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരുമായിരുന്നു. ഇപ്പൊ വീട്ടുകാരെല്ലാം ഈ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വിടാറുണ്ട്. ലഹരി മുക്ത ഗ്രാമമാക്കുന്നതിൽ ഞങ്ങളും ഹാപ്പിയാണ്. ഇതിവിടെ അവസാനിക്കുന്നില്ല. ഒരു നാടിന്റെ അടയാളപ്പെടുത്തലാണ് നമ്മളിവിടെ കണ്ടത്. ഇനിയും തുടരണം ഈ ചേർത്ത് നിർത്തലും, ഈ കരുതലും, ഈ ജാഗ്രതയും ഒപ്പമുണ്ടാവണം.